എന്നാ നേരത്തെ പരിചയമുള്ളവരാണല്ലോ പട്ടിയൊക്കെ വരുന്നത്. മുൻപരിചയമുള്ളവർ ഇത്രയും പേരുണ്ടായിട്ട് എൻ്റെ അടുത്ത് തന്നെ വരുന്നത്. എന്നാ കുറേ കുപ്പിയും നാട്ടി ഓ വല വഴി കാണിച്ച് കയറുന്ന ഇതുവരെ കയറും. ഇച്ചിരി പാടാ, നമുക്ക് ആ പരിചയമില്ല. ചുമ്മാ തുള്ളി കയറ്റിക്കൊണ്ട് വന്നിട്ട് എന്നും അറിയത്തില്ല നമ്മളെ. മറ്റേ പരിപാടി ഇവരെ മനസ്സിലായിരുന്നു. നിങ്ങൾ വർത്താനം പറ. എന്നാ ഒരൊക്കെ കഴിക്കും. ഞാൻ പോകണ്ട. ഭീമൊന്നുമില്ല ഇപ്പോ. ഒരു ഗുളികയേ ഉള്ളൂ. ബർത്ത്ഡേ ആഘോഷമല്ലേ ഇന്ന്? കൊച്ചിന്റെ 1ാം പിറന്നാളാ. അതിന്റെ പരിപാടിയില്ല. എന്നാണ് ഇങ്ങോട്ട് വന്നേന്ന്? എന്ന് വന്നേന്ന്? ഇങ്ങോട്ട് വന്നു ആണോ? ഭക്ഷണമൊന്നും ചിരിച്ചിലേ വല്ലതും കഴിക്കൂലേ ചേച്ചി. ഒരു ദോശയോ ഒരപ്പോ എന്തെങ്കിലും ഒരെണ്ണമൊക്കെ കഴിക്കുന്നുള്ളൂ. ചോറൊക്കെ ശർക്കര ഇച്ചിരി വാരി കൊടുത്താൽ കൈ മേലെല്ലാം ഇപ്പൊ ഇച്ചിരിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ ഇച്ചിരി നടന്നു ബാത്റൂമിൽ വരെ. അവനോ ഈ മാസം വരുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ തല്ലിക്കൂട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. എല്ലാം ചെയ്യണം. ഇവിടെ നൈറ്റൊന്നും വെട്ടമില്ലെന്നുണ്ടായിരുന്നു.
പരത്തര ഞാൻ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇത്രയൊന്നും ഉണങ്ങി കിട്ടിയത്. ആ നേരത്തെ പൊളിച്ച് മൊത്തം പൊളിച്ച് പിന്നെ അതല്ല നല്ല തരാൻ താമസിക്കുന്നു. ഇരിക്കുമ്പോളെ കാപ്പി വെക്കട്ടെ അമ്മേ. ഞാൻ വായും പൊളിച്ചിരിക്കുക. അത് ഈ കിച്ചൺ ആ മുറി നന്നാക്കിയല്ലേ? ഇതും ആ മുറി നന്നാക്കി വെച്ചല്ലേ? ഇത് ചുമ്മാ ഇത്ര നന്നാക്കിയതേ ഉള്ളൂ. അടുപ്പിട്ടില്ല. എല്ലാം പകുതിയായിട്ട് വെക്കുമ്പോൾ പഴയ വീട്ടിൽ നമ്മള് വന്നല്ലേ? തന്നെ ഇത് മാറിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും ദിവസമായിട്ടും കുഴപ്പമൊന്നുമില്ല. അത് ഈ പാലാരി ആശുപത്രിയിലാണോ പറഞ്ഞത്? മെഡിക്കൽ കോളേജിലാ? മെഡിക്കൽ കോളേജിലാണ് ഇതെല്ലാം ചെയ്തേ. 2-3 ആശുപത്രി പോയായിരുന്നു. പാലായിലാണെന്നാണ് ഈ അത് കഴിഞ്ഞാണ് തന്നെ പൊങ്ങുമല്ലേ? കാലത്ത് രാവിലെ ഇങ്ങനെ ചുമ്മായിരിക്കുമ്പോ മുട്ടിന്റെ അവിടെ വരെ ഉണ്ട്. തെറാപ്പി ചെയ്താലേ ശരിയാവുള്ളൂ. ഫിസിയോതെറാപ്പി അല്ലേ? വീടുകളിൽ വന്ന് ചെയ്യുന്നുണ്ടല്ലോ. ഇതിന്റെ നമ്മളെ വകുപ്പനുസരിച്ച് എന്നാ വേണമെങ്കിൽ ചെയ്യാം. ഇന്ന് വലിയ ഇതില്ലല്ലോ, ചുമ്മ ഇതൊക്കെ ബോളും അങ്ങനെ വെള്ളറങ്ങാൻ വേണ്ടി മറ്റേ ഈ കൈ ഇങ്ങനെ ഇറങ്ങിയല്ലേ ഇതിങ്ങനെ പിടിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നെ പഠിച്ചല്ലേ? ഞാൻ ഇത്ര ഇതാണ് നടന്നില്ല. ഇപ്പൊ അടച്ചെന്നുമ്പോ മഴ പെയ്തപ്പോ അടുക്കള മാറ്റണമെന്നൊക്കെ ആരാടി പറഞ്ഞു? അടുക്കള പണ്ട് പണിതൊന്നല്ലേ പറയുന്നത്. അത് വലിയ അടുക്കള അല്ലായിരുന്നോ അപ്പുറത്തെ. അപ്പൊ ഈ ചെറിയ അടുക്കള ഈ സൈഡിൽ അടുക്കള വരുന്നതാണ് എല്ലാവരും പറഞ്ഞോണ്ടേ അതൊന്നും വല്ല പറയുന്നുണ്ടായിരുന്നു. ഈ സൈഡ് ഇപ്പം വന്നേക്കാം ചെറിയ അടുക്കള വേണമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ചുമ്മാ മെയിൻ്റെനൻസ് ചെയ്യാൻ ഓർത്തോണ്ടായിരുന്നു വന്നത്. പണിയണമെന്ന് ഓർത്തോണ്ട് വന്നതൊന്നുമല്ല. പിന്നെ തൊട്ടപ്പം പിന്നെ ഈ നടുക്കത്തെ മൺകട്ടയിലായിരുന്നു 2 മുറിയുടെ. അപ്പം മൊത്തം ഞാനോട്ട് അത് മാറ്റിയതുള്ളൂ. ഞാൻ ഇപ്പം വില കൊഴുത്തു തരുന്നു. പക്ഷെ ഇനി പണിയണം ചെയ്ത് തേച്ച് കയ്യിൽ വിട്ടാലേ അതൊന്നും ചെയ്യണം എന്നതിൽ ഞാൻ
കുഞ്ഞിലേക്ക് വന്നപ്പോഴേ അവള് പഠിക്കുക കുഞ്ഞിനൊക്കെ ഞാൻ പറയുന്നത് സാവ് നീ പറഞ്ഞാലും ഭയങ്കര പാടാവുന്നത് ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയാണ് അതല്ല ഇരിപ്പുണ്ടെന്ന് അലമാരിക്കകത്ത് അപ്പുറത്തെങ്ങാണ്ടാ കേൾക്കും എവിടെയാണെന്ന് അറിയത്തില്ല നീ വന്നിട്ട് ഇന്ന് തപ്പണം നീ എല്ലാത്താണ് ഇപ്പൊ പോകുന്നില്ല കുട്ടിയുടെ പോയിട്ടില്ല പിടിക്കത്തില്ലെങ്കിൽ എല്ലാവരും ചെറിയ ഇരിക്കുക ഉള്ള ഇടയിലൊക്കെ ഇരിക്കും അതുകൊണ്ടാവും പണ്ട് എല്ലാം വിളവ് കേടായിരിക്കുക കത്തറിയില്ല ഉള്ള ഇളക്കി ഇങ്ങനെ എല്ലാം നേരം മൊത്തം പറഞ്ഞ് കിടക്കുമല്ലായിരുന്നു ജോലിക്ക് എന്തെങ്കിലും നോക്കുന്നില്ല അവിടെ തന്നെ കിട്ടുമോ ചേച്ചി ജോലി ചെയ്തെടുത്ത് എപ്പോൾ ചെന്നാലും ഓക്കെയാ പിന്നെ പക്കാ കേസാ അത് കിട്ടും ഇവിടെ അവർ വിളിക്കുന്നുണ്ട് ഇനിയിപ്പോ കുഞ്ഞിനെ നോക്കാൻ അവള് ഇവിടെ ജോലിക്ക് കയറില്ല ആരും ചോദിക്കാൻ ചൈന പോയി നോക്കും അതല്ലേ വേറെ കട്ടപ്പനയ്ക്ക് പോകണം അളിയനൊരു സൂചായിരുന്നു അത് വളരെ ക്രിട്ടിക്കൽ വൈഫിന്റെ ആളാണ് അത് കുറേ ആയി കട്ടപ്പന കരട്ടയാണ് സന്ധ്യക്ക് മുമ്പേ മഴയും കൊണ്ടുപോകാൻ അതെ അത്രയും ദൂരം ഈ ഞാൻ ഇടയ്ക്ക് ഷുഗർ പറ്റി നോക്കത്തേ ഞാനിപ്പോ ഒന്നും നോക്കൊന്നുമില്ല എല്ലാം എനിക്കൊന്നുമില്ല ഞാൻ നല്ല കമ്പനിയുടെ വണ്ടി തന്നെ അവർക്ക് പറഞ്ഞു നീ പുള്ളിയായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ല ഇങ്ങനെയായിട്ട് വല്ല ബന്ധമുണ്ടോ നീ പിന്നെ 4 ഗ്ലാസ് പായസം കുടിച്ചിട്ട് വരിക പിന്നെ പഴ കിട്ടിയായിരുന്നു കുഞ്ഞു അമ്മ ഇതാളല്ലേ ഒത്തിരി വർഷമായിക്കാണല്ലോ സമയമില്ല പോളോ ഒരിക്കലും നേരമില്ല അവിടെ അതെ 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 സാരമില്ല എല്ലാവരും ഇങ്ങനൊക്കെ തന്നെയാ ഇത് ക്യാമറ ആ എൻ്റെ ഫോൺ പോലെ ആണല്ലോ എൻ്റെയും പോയിരിക്കുക അങ്ങനെ ഇതുപോലെ തന്നെ
ഒക്കെ വിളിച്ചായിരുന്നു. ഇച്ചിരി മുന്നേ വിളിച്ചു. 10,000 രൂപ ആവും മാറണമെങ്കിൽ. ആ ആ ആ ഞാൻ പറഞ്ഞൊന്നും ചുമ്മാ കിടക്കോ നേരത്തിന് കൊടുക്കുക മരുന്ന് കൊടുക്കുക ബാക്കി എനിക്കിതാ പറ്റില്ലാത്ത ഇവിടുത്തെ പഠിക്കുന്നത് പിന്നെ മറ്റു എന്റെയോ ൂത്തോട്ടേക്കാവും. എല്ലാം വെട്ടാൻ പറഞ്ഞു. ഇവരെല്ലാം മരമെല്ലാം വെട്ടിയതല്ലേ, എന്നിട്ടും ഇപ്പൊ മരം പോലിരിക്കുകയാണ്. എല്ലാം ഇത് കുറെ വെട്ടിയിട്ടതാ കിടക്കുന്നത്. കഴിഞ്ഞ വർഷം കൊണ്ട് മരത്തിന് മരം വീണു. പിന്നെ ഒരാളെ വിളിച്ചൊന്ന് ജയിക്കാൻ അവന് 2 ദിവസം പണിയുടെ കാര്യം. കവിത ഇങ്ങോട്ടൊന്നും വരയില്ലായിരിക്കും അല്ലേ? അച്ഛൻ അഖിൽ അല്ലേ? പേരൊക്കെ മറന്നു. അവരെവിടെ വീട്ടിൽ തന്നെയല്ലേ? 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിയെല്ലാം ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാം കൊണ്ടുവന്ന് കാര്യം തീർന്നു തീരുന്നു. എവിടുന്ന് കൊണ്ടിരുന്നു? ഞാനും മുണ്ടക്കത്തല്ലേ? എന്നാ നിൽക്കുന്നിങ്ങനെ? ഷർട്ട് വേണം. ഷർട്ട് എങ്ങനെ വെള്ളത്തിൽ തണുപ്പല്ലേ ഒപ്പടി ചേട്ടൻ വേണമെന്ന്. പള്ളി പോലെ പോവല്ലേ? വളി പോലെ അങ്ങ് പോകുള്ളൂ. എൻ്റെ കയ്യില്ല. എന്നാ ഒരു മേളിൽ കയറി ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തുമില്ല. ആ ഇന്ന് ഞങ്ങൾ ഒരു സാധനം ഇടാൻ വേണ്ടി ചോദിച്ചതാണെന്നല്ലോ. ആ പിന്നെ നമ്മൾ തന്നെ എറിഞ്ഞിടുമായിരുന്നു. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ആ വേണം, ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനല്ലേ പറയാൻ പറ്റൂ. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണോ ഈ വഴിയുടെ? ഈ വഴിയുടെ ലാസ്റ്റ് സ്റ്റോപ്പാണോ ഇത്? അല്ല ഇവിടം വരെ ഉള്ള വഴി. പിന്നെ നേരത്തെ ഇങ്ങനെ ഒരു ഇടവഴി ഉണ്ടായിരുന്നു. ആ ഇതറിയില്ല സാവസോണിന്റെ വീട്. ആ ആ ആ ആ ഓക്കെ 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 ഇപ്പം മനസ്സിലായി. ഇപ്പഴാണ് എനിക്ക് കളം പിടി കിട്ടിയത്. അവിടെയായിരുന്നു അപ്പ ജീപ്പ് കൊണ്ട് വെച്ചോണ്ടിരുന്നു. ആ അല്ല ഈ വഴി അങ്ങോട്ടില്ലായിരുന്നല്ലോ, ഇവിടം വരെയല്ലേ ഉള്ളൂ. ആ ഇപ്പോഴാട്ടോ എനിക്ക് സ്ഥലം മനസ്സിലായി. ജീപ്പോ? ആ അറിയാം. ആ പോയി കിടക്കുവാ.
അമ്പാടിക്ക് അങ്ങനെ എന്താ കേൾക്കുന്നാ എന്നല്ലേ അതാ ഒരാളെ തന്നെ വീഴാം. ചേച്ചി പിന്നെ തന്നെ വീഴുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. വീഴുന്നതിൻ്റെ വീഴുന്നു. ആ പിടിക്കുക സാവുമെന്ന് വീണ് കഴിഞ്ഞ് പിടിക്കാൻ ഇരിക്കുമായിരുന്നു. പോവാണേ. ഇതല്ലേ അങ്ങ് പൊക്കോ പൊക്കോ അവിടെ പോയി തരും. കുഞ്ഞിച്ചാൻ്റെ അവിടെ കയറിയിട്ടില്ല. ഇവിടെ വന്നിട്ട് അവർ അറിഞ്ഞില്ല. നമ്മൾക്ക് നീ ഇവിടെ നിരക്കാതെ വരുമ്പോൾ എല്ലാം ഓരോ ക്ലാസ് ഓരോ അതെ അതെ എന്നാ അതെ അതെ ഞങ്ങളെ കാണാൻ നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നു ആശുപത്രി കേസല്ലേ അതൊന്നും ഒന്ന് കണ്ട് കയറി അങ്ങ് പോകാൻ നോക്കാം. ഈ കുറച്ചു നേരം ഇപ്പൊ വന്നതുണ്ട്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടോ?
ഇവരെ മോഹൻമാന്റെ വാഴ അന്ന് ഞാൻ മോഹനെ അവിടെ വെച്ചാണ് ആശുപത്രിക്ക് വെച്ച ഒരു ദിവസം ആശുപത്രിക്ക് വെച്ച ശശമാന്റെ അവിടെ വന്നായി ഞാനിങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് വർത്താനം എന്നോട് പറഞ്ഞ പോലെ ഇവരെന്നാ ഇവിടെ വീട് പിള്ളേക്ക് ഉണ്ട് ഇതന്നെ ഇത് ക്യാമറ അറിയില്ല. അവര് താമസിക്കാം എന്നിട്ട് പിന്നെ അവലം പോകും വൈകിട്ടോ ചേച്ചിക്ക് പുരാപ്പുഴ എടീ ഓയ് ആ എല്ലാരും ഉണ്ട് ഞങ്ങളിന് വേണ്ടി വേറെ എടുക്കാം ഇല്ല അതുണ്ട് ഇവരിങ്ങനെ വിളിക്കാം ചെറുക്കൻ ആ എല്ലാവരും പോകാനുള്ള ഞാനവിടെ നേരത്തെ നോക്കി പോണല്ലോ അങ്ങനെ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സംബന്ധിച്ച ജോർജ് എന്താ ജോർജാ കുര്യനും ജോർജ് കുര്യൻ ആ ജോർജ് കുര്യൻ മന്ത്രി കേന്ദ്രമന്ത്രി അതെ ജോർജ് കുര്യൻ മന്ത്രിയാകുന്ന കാര്യം അവര് വേറെ രാജ്യസഭയിലേക്ക് നിർത്തും അതാ നമ്മുടെ അധ്യക്ഷനെ മാറ്റി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തോമസ് സുരേന്ദ്രനാക്കി ആണോ അത് എല്ലാരും അതിന് കമന്റ് പറഞ്ഞേക്കാം നല്ല തീരുമാനം ഇത് നേരത്തെ ആക്കേണ്ടത് അതെ മറ്റേ കൂടുതൽ കളിയാ അഴിച്ചുപോയി അവനെ വിളിച്ച അതെ കയറി വരാൻ അവനൊരു ഉടുപ്പാണ്ട് മേടിക്കണം അമ്പാടിക്ക് നീ ഒന്ന് കണ്ട് വഴി കണ്ടാലേ ഇതൊരു നിന്റെ അച്ഛന്റെ ചേട്ടനാ അല്ല ഇവനോട് എന്റെ അച്ഛന്റെ ചേട്ടനാ വെളിയിൽ നിന്നുള്ള ആളല്ല വഴിയിലൊന്നും കണ്ടാലേ ഇത് സൗമ്യയുടെ മോനെ മൂത്ത മോനെ സൗമ്യയുടെ മൂത്ത മോടെ മോനായോ മൊത്തമേ ഉള്ളൂ പൊക്ക കൊള്ളുന്നു അതിനെ അതിനെ പറ്റി അങ്ങനെ പറഞ്ഞു എവിടെ പോയി തപ്പി പിടിക്കുക നിനക്കത് അത് അവന്റെ രീതിയാ ഓ ഇല്ല എവിടെ പോകുന്നു ഇനിയിപ്പോ നേരെ ഇവനൊരു കട്ട കണ്ടെടുക്കണോ കാഞ്ഞിരപ്പള്ളി പോകും അത് കഴിഞ്ഞാൽ വൈകിട്ടാ കേക്ക് പിടിക്കൽ കിട്ടിയിരിക്കുന്നത് അവര് അതിന്റെ പറയില്ല അത് കാരണം ഇവന്റെ കെട്ടികളൊന്നും വന്നില്ല അവിടെ ഏതാണ്ട് പരിപാടി മരുമോളെ ഇനി നാളെ ചേച്ചി വെളുപ്പിനെ കട്ടപ്പനയുണ്ട് അമ്മ ആങ്ങള 4-5 വർഷമായിട്ട് ഇതുവരെ പോയിട്ടേ അതും ഒന്ന് കണ്ട് അങ്ങനെ അതുവഴി ഞങ്ങൾ അങ്ങനെ ചേച്ചി പോവാണ് ശരി എന്താടി നമ്മളെടുത്ത് മാറിയൊക്കെ വണ്ടി വരും എപ്പോ കണ്ടാടി വരും അല്ലേ ഇത് വേറെ ആയിട്ടോ ഒരു പക്ഷെ എന്റെ അടുത്തായിരിക്കും വരുന്നല്ലോ നിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല ഞങ്ങളെല്ലാം
ചേച്ചി കയറണ്ടേ? കയറാ. ഓ നമുക്ക് കയറ്റി വിടാൻ വന്നോ എല്ലാവരും? വേറെ ഐറ്റം വന്നുണ്ടോ? പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ച എന്ന നിലയിൽ സംഘപരിവാർ സംഘടന മുഖ്യം പുലർത്തിയ ജോർജ് കുര്യൻ കോർഡിനേറ്റർ. അപ്പോൾ അത് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വിളിക്കേണ്ടി വരും 3 പേരെയും. അപ്പോൾ ജോർജ് തീറ്റയും ഒരു ഇന്നോവയിലോ അതെ സാധാരണ നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ് സെറ്റ് നടത്തി ഒരു വാട്ടർ രണ്ടായിരത്തി 2018 അത് ഡാം പറഞ്ഞത്. ഉരുള് പൊട്ടിയ കാര്യമാണ് പറഞ്ഞ സാബുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായാലും 18-ലല്ല. അതെ അല്ലാതെ വെറുതെ കാർച്ചയും കീർച്ചയും ആരുമില്ല. പ്ലാസ്റ്റിക് അല്ല.